ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. കുമ്പളങ്ങി പഞ്ചായത്തിലെ 3-ാം വാർഡിലെ റോഡ് നിർമ്മാണം ആരംഭിച്ചു. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചു. KJ മാക്സി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 85.44 ലക്ഷം രൂപ ഉപയോഗിച്ച് ഓൾഡ് ഇടക്കൊച്ചി ഫെറി റോഡിന്റെ പുനർനിർമ്മാണവും ഓൾഡ് ഇടക്കൊച്ചി ഫെറി ലിങ്ക് റോഡിന്റെയും ജനമൈത്രി നടപ്പാതയുടെയും നിർമ്മാണവുമാണ് ആരംഭിച്ചത്. റോഡ് നിർമ്മാണം KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ അധ്യക്ഷനായി. ഇവിടെയാണ് നമ്മൾ ബഹുമാനപ്പെട്ട MLAയുടെ അടുത്തും MPയുടെ അടുത്തേക്ക് നമ്മൾ പോകേണ്ടതും അവരുടെ സഹായത്തോടുകൂടി ആവശ്യകത മനസ്സിലാക്കി നമ്മളെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളത്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഈ വാർഡിന് വേണ്ടി പോയ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. നമുക്കറിയാം, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഒത്തിരി പോക്കറ്റ് റോഡുകളുണ്ട്. നമ്മുടെ ഈ മെയിൻ PWD റോഡുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന നമ്മുടെ കല്ലഞ്ചേരി റോഡ്, സെന്റ് മേരീസ് റോഡ്, കിഴക്കോട്ട് ജവഹർ റോഡ്, ഇതേപോലെ പ്രധാനപ്പെട്ട ഒത്തിരി റോഡുകൾ നമ്മൾ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. റോഡ് നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി വർഷങ്ങളായി പ്രദേശവാസികൾ അനുഭവിച്ചു വരുന്ന ഗതാഗത പ്രശ്നത്തിനും വേലിയേറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. CPIM ജില്ലാ കമ്മിറ്റി അംഗം PA പീറ്റർ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെറ്റിൽഡ മൈക്കിൾ, കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റണി പെരുമ്പള്ളി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാർട്ടിൻ ആന്റണി, ജെയ്സൺ T ജോസ്, CDSന്റെ ഷീല ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊച്ചിയുടെ ജനകീയ MLA സഖാവ് KJ മാക്സി, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു വലിയ വിപുലമായ ഒരു പദ്ധതിയാണ് 3-ാം വാർഡിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ 3 പദ്ധതികൾ ചേർന്ന് 84 ലക്ഷം രൂപയുടെ പദ്ധതി. എനിക്ക് തോന്നുന്നു കുമ്പളങ്ങിയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. ചിലപ്പോൾ തെറ്റുണ്ടാവും. തൊട്ടടുത്ത് തന്നെ ഇപ്പൊ നേരത്തെ മാക്സി സൂചിപ്പിച്ചത് എല്ലാ ഫണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കണമായിരുന്നു. 2 വർഷം MLAക്ക് ഉൾപ്പെടെ ഒരു ഫണ്ട് കിട്ടിയില്ല. പിന്നെയുള്ള 2 വർഷമാണ് നമുക്ക് കുറേശ്ശെ ഫണ്ട് കിട്ടാൻ തുടങ്ങിയതും നിരന്തരം MLAയുടെ അടുത്ത് ഫണ്ടിന് വേണ്ടി പോകേണ്ട സാഹചര്യം ഉണ്ടായത്. ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരു പുതിയ കാര്യമല്ല. 2 വർഷം പൂർണ്ണമായിട്ടും ഫണ്ട് ഫ്രീസ് ചെയ്ത് അത് കഴിഞ്ഞുള്ള 2 വർഷമാണ് ഫണ്ടിന്റെ ലഭ്യത കിട്ടി തുടങ്ങിയത്. കുമ്പളങ്ങിയിലെ ഇപ്പൊ ബ്ലോക്ക് പഞ്ചായത്തായാലും പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും അതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ പദ്ധതികളുടെ വിവിധ വിഹിതങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. അതിൽ പ്ലാൻ ഫണ്ട് എന്നും ടൈൽ ഫണ്ട് എന്നും ജനറൽ പർപ്പസ് ഗ്രാന്റ് എന്നും റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് എന്നും. ന്യൂസ് ബ്യൂറോ, കുമ്പളങ്ങി.